Hello all, welcome back to Indian Polity series. അപ്പോൾ നമ്മൾ ഇന്നലെ ആക്ച്വലി വി സോ വാട്ട് ഈസ് പ്രിയാമ്പിൾ, അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ക്ലിയർ ആയിട്ട് നോക്കി. And today we are moving to the another chapter, that is Union and its territory. നമ്മളപ്പം ആർട്ടിക്കിൾ ബൈ ആർട്ടിക്കിൾ മൊത്തത്തിലല്ലെങ്കിലും കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ വന്നിരിക്കുകയാണ്, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ആൻഡ് ഈ ആർട്ടിക്കിളിൽ നമുക്ക് ഏകദേശം 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിൾസാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സോ വി ആർ മൂവിങ് വിത്ത് ദ ഫസ്റ്റ് ആർട്ടിക്കിൾ. India, that is Bharat, shall be a union of states. The states and its territories thereof shall be as specified in the first schedule. അപ്പോൾ നോക്കിയേ, ഇന്ത്യ ദറ്റ് ഈസ് ഭാരത്. ഭാരത് എന്നും ഇന്ത്യ എന്നും പറയുന്നുണ്ട് ആൾക്കാർ, അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ ഇതിന് എന്താണ്, ഇന്ത്യ എന്ന് പറയുന്ന സാധനം ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, സ്റ്റേറ്റ്സിൻ്റെ ഒരു കൂട്ടായ്മയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഫസ്റ്റ് ടെറിട്ടറിയിലാണ് ഫസ്റ്റ് ഷെഡ്യൂളിലാണ്. നമുക്ക് 12 ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഷെഡ്യൂളാണ് ദിസ് വൺ എന്ന് പറയുന്നത്, സ്റ്റേറ്റ്സ് ആൻഡ് ടെറിട്ടറി. ഇനിയും ടെറിട്ടറി ഓഫ് ഇന്ത്യ, എന്താണ് ഈ ഇന്ത്യൻ ടെറിട്ടറി എന്ന് പറയുന്നത്? അപ്പം നമുക്കറിയാം ദ ടെറിട്ടറി ഓഫ് സ്റ്റേറ്റ്സ്. അപ്പം നമുക്കിന്ന് നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്സ് എല്ലാം ഏതിൽ പെടും? ഇന്ത്യയിൽ പെടും. ദെൻ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഓക്കെ, സോ കുറേ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, ലൈക്ക് ഡൽഹി, പോണ്ടിച്ചേരി, അങ്ങനെ കുറേ നമുക്ക് ടെറിട്ടറീസ് ഉണ്ട്. അപ്പോൾ ആ ടെറിട്ടറീസ് എല്ലാം അതുപോലെ തന്നെ ഇനിയും നമ്മൾ ഭാവിയിൽ അക്വയർ ചെയ്യാൻ, ഇപ്പം നമ്മുടെ ലാൻഡ് അല്ലായിരിക്കാം, പക്ഷേ ഇനി ഭാവിയിൽ അക്വയർ ചെയ്യാൻ പോകുന്ന ലാൻഡ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അക്വയർ ചെയ്യാൻ പോകുന്ന ലാൻഡും എന്തു തന്നെ ആയിരിക്കും, നമ്മുടേതായിരിക്കും. സോ ഇതാണ് ബേസിക്കലി ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ നൗ ഇനി വേറൊരു പ്രശസ്തമായ ക്വസ്റ്റ്യൻ വരുന്നത്, എന്തുകൊണ്ട് നമ്മൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് എഴുതി? വേണമെങ്കിൽ നമുക്ക് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് എഴുതാമായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് എഴുതിയത് എന്നുള്ള ചോദ്യം ഭയങ്കര പ്രസക്തമായൊരു ചോദ്യമാണ്. ഇനി നോക്കിക്കേ, ദ ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ആൻ അഗ്രിമെൻറ്റ് എമംഗ് ദ സ്റ്റേറ്റ്സ്. അപ്പം അമേരിക്കനിൽ നമ്മൾ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു അഗ്രിമെൻറ്റാണ്, എല്ലാ സ്റ്റേറ്റ്സും കൂടെ വന്നിട്ട് ഇപ്പം അവരെല്ലാം കൂടെ അഗ്രിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് അതവിടെ ഫെഡറേഷൻ. അപ്പം നമ്മുടെ ഇവിടെ ഇപ്പം നമുക്ക് നിലവിലുള്ള ഈ 28 സ്റ്റേറ്റ്സ് ഉണ്ട്, പക്ഷേ ഇന്ത്യ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇന്ത്യയിലെ സ്റ്റേറ്റ്സൊക്കെ. അപ്പം അറിയാമല്ലോ, അപ്പോൾ സ്റ്റേറ്റ്സിലെ അഗ്രിമെൻ്റ് ചെയ്ത് സ്റ്റേറ്റ്സിൽ നിന്ന് തീരുമാനിച്ച് അങ്ങനെ ഒരു ആയിട്ടുണ്ടായതല്ല നമ്മുടെ സ്റ്റേറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വെക്കാൻ പറ്റത്തില്ല. അതായിരുന്നു ഒന്നാമത്തെ റീസൺ. ദെൻ ഇനിയും സ്റ്റേറ്റ്സിന് ഒരു റൈറ്റും ഇല്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ്സിന് ലൈക്ക് ഫെഡറേഷനിൽ നിന്ന് മാറാനോ അങ്ങനത്തെ ഒരു ഒരു റൈറ്റ് ആകട്ടെ അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ഐ തിങ്ക് യു ഗെറ്റ് ഇറ്റ് റൈറ്റ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വെക്കാനായിട്ട് പറ്റത്തില്ല. ദെൻ ഓക്കെ, സ്റ്റേറ്റ്സ് ആർ ദ മെമ്പേഴ്സ് ഓഫ് ഫെഡറൽ സിസ്റ്റം ആൻഡ് ഷെയർ എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഫെഡറൽ സിസ്റ്റം. അപ്പോൾ അതറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടെറിട്ടറി ഓഫ് ഇന്ത്യയുടെ അർത്ഥവും എന്തുകൊണ്ട് നമ്മൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 1 മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഇന്ത്യ ദറ്റ് ഈസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതാണ് ദ ഫസ്റ്റ് ആർട്ടിക്കിൾ. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്താണെന്നും ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്താണെന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സും എല്ലാം. ഓക്കെ,
സോ അതായിരുന്നു ആർട്ടിക്കിൾ നമ്പർ 1. ആൻഡ് ആർട്ടിക്കിൾ നമ്പർ 2 ഓക്കെ. ആർട്ടിക്കിൾ 2 ആക്ച്വലി പാർലമെൻറ്റിനൊരു പവർ കൊടുക്കുക. ഓക്കെ, എന്ത് പവറാണ്? 2 പവറാണ് കൊടുക്കുന്നത്. അതായത് യൂണിയൻ ഓഫ് ഇന്ത്യയിലേക്ക് അഡ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചേർക്കാനും അവിടെ സ്ഥാപിക്കാനും, എസ്റ്റാബ്ലിഷും അഡ്മിറ്റ് ചെയ്യാനുമാണ് ഇവിടെ അധികാരം കൊടുക്കുന്നത്. ഇനിയും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആർട്ടിക്കിൾ 2 റിലേറ്റ്സ് എന്താണ്? അഡ്മിഷൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ദാറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പം യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പാർട്ടല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 1ഉം 2ഉം നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ കംസ് ആർട്ടിക്കിൾ 3. അപ്പോൾ ആർട്ടിക്കിൾ 2 മനസ്സിലായല്ലോ, അഡ്മിറ്റ് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും പാർലമെൻറ്റിന് പവർ കൊടുക്കുന്നു എന്നാണ്. ഇനി നോക്കിയേ, ആർട്ടിക്കിൾ 3ഉം ആക്ച്വലി ഈ ഒരു പവർ തന്നെയാണ് പാർലമെൻറ്റിന് കൊടുക്കുന്നത്. അവിടെ ഒരു ഓതറൈസിങ് ചെയ്യുവാണ് പാർലമെൻറ്റിന്. നോക്കി, ഇപ്പോൾ ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഫ്രം എനി സ്റ്റേറ്റ്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്സിനെ കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെറിട്ടറീനെ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ ഒരു പാർട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് നേരത്തെ ആക്ച്വലി ആന്ധ്രാപ്രദേശ്, ഇപ്പം നമുക്ക് നിലവിലുള്ള തെലങ്കാനയും ആന്ധ്രാപ്രദേശും, നേരത്തെ തെലങ്കാനയും ആന്ധ്രാപ്രദേശും കൂടെ കമ്പൈൻ ചെയ്ത് ആന്ധ്രാപ്രദേശ് എന്നും പറഞ്ഞ ഒറ്റ ഒരു സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ ഐ തിങ്ക് ഇൻ 2015 ആണെന്ന് തോന്നുന്നു. ഐ ഗെസ് മേ ബി, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്താണ്, 2 സ്റ്റേറ്റ്സായി മാറുകയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെ തെലങ്കാനയും ആന്ധ്രാപ്രദേശ് എന്നും പറഞ്ഞ് 2 സംസ്ഥാനങ്ങളായി മാറുന്നു. അപ്പോൾ അത് ഏത് വഴിയാണ്? ഈ ഒരു ആർട്ടിക്കിൾ 3 പ്രകാരമാണ് ഇത്. അപ്പം ഇത് അതുപോലെ തന്നെ നോക്കിയേ, ഇൻക്രീസ് ഓർ ഡിമിനിഷ് ദ ഏരിയ ഓഫ് എ സ്റ്റേറ്റ്. ഇപ്പം ഒരു സ്റ്റേറ്റിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാനോ നശിപ്പിക്കാനോ, അല്ലെങ്കിൽ ബൗണ്ടറീസ് ഓൾട്ടർ ചെയ്യാനോ, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പേര് ചേഞ്ച് ചെയ്യാനാണോ. ഇപ്പം നിലവിലുണ്ടല്ലോ നമ്മുടെ, ഓൾറെഡി എനിക്ക് തോന്നുന്നത് ബില്ല് പാസ്സായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് നമ്മുടെ സ്റ്റേറ്റ് കേരളത്തിൻ്റെ പേര് മാറ്റം ചെയ്യാനായിട്ട് നമ്മളൊരു ബില്ല് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ലൈക്ക് കേരളയിൽ നിന്നും കേരളം എന്ന് പറയുന്നൊരു ബില്ല്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ലൈക്ക് ഇതിപ്പം പാസ്സായി. അപ്പം അത് ഈ ഒരു ആർട്ടിക്കിൾ 3 പ്രകാരമാണ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ നെയിം ചേഞ്ച് ചെയ്തത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 3 ഇത്രയൊക്കെ ഉണ്ടെങ്കിലും കണ്ടീഷൻ ഉണ്ട്. നോക്കിക്കേ, പ്രസിഡൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ വേണം. ഓക്കെ, പാർലമെൻറ്റിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രസിഡൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ വേണം. അതുപോലെ തന്നെ റെക്കമെൻഡേഷന് മുന്നേ പ്രസിഡൻറ്റ് എന്ത് ചെയ്യണം? ആ ബില്ലിനെ ആ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമായിട്ട് കൺസേൺ ചെയ്തിരിക്കണം ഇത്ര സ്പെസിഫിക് പീരീഡ്. ഈ 2 കണ്ടീഷൻ നമുക്ക് ആർട്ടിക്കിൾ 3 ഉണ്ട്. ഇനി നോക്കിക്കേ, ദ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ പാർലമെൻറ്റ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറായിട്ട് എന്താണ് അക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ ഒക്കെ എന്താണ് ഒരു ബൗണ്ട് ഇല്ല എന്നാണ് പറയുന്നത്. ഇനിയും അമെൻമെൻറ്റ് ഓഫ് ദ ബിൽ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ ആർട്ടിക്കിൾ 3 ആയിട്ട് എന്തെങ്കിലും ഇൻക്രീസ് ചെയ്യാനോ ഡിമിനിഷ് ചെയ്യാനോ പേര് ഓൾട്ടർ ചെയ്യാനോ, അപ്പോൾ ആ ബില്ല് റെഫറൻസ്, ഇപ്പം ആ ബില്ല് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നൊരു എന്താണ് ഫ്രഷ് റെഫറൻസ് പിന്നെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ യുടെ കേസിൽ, യൂണിയൻ ടെറിട്ടറി കേസിൽ റെഫറൻസ് ആരാണ്? ആ ഒരു കൺസേൺ ലെജിസ്ലേച്ചറാണ്, പിന്നെ പാർലമെൻറ്റുമാണ് എടുക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ആർട്ടിക്കിൾ 4. ആർട്ടിക്കിൾ 4 എന്ന് പറയുന്നത് 2നും 3നും അടിസ്ഥാനമായിട്ടാണ് ഈ ആർട്ടിക്കിൾ 2ഉം 3യും വരുന്നത്. ആർട്ടിക്കിൾ 4 പറയുന്നത് അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ ഒരിക്കലും എന്താണ് തിരുത്താൻ, മൊത്തത്തിലുള്ള ആർട്ടിക്കിൾ 368 പ്രകാരം നമുക്ക് അമെൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ
ആ ഒരു ലോസ്, ഇങ്ങനത്തെ ലോസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? സിമ്പിൾ മെജോറിറ്റിയിലും അല്ലെങ്കിൽ ഓർഡിനറി ലെജിസ്ലേറ്റീവ് പ്രോസസ്സിൽ വേണം ഇതൊക്കെ നടത്താൻ എന്നുള്ളതാണ് ആർട്ടിക്കിൾ 4 എന്ന് പറയുന്നത്. സോ ഇതാണ് ആർട്ടിക്കിൾ 1 to 4 വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നോക്കിയേ, കുറച്ച് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട് ഈ ആർട്ടിക്കിൾ 1 to 4 ഉള്ള ഒരു ഇത്. പിന്നെ കുറച്ച് നമുക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടെ നോക്കാനുണ്ട്. അപ്പം ബേറുബാരി യൂണിയൻ കേസാണ് ഈ ടെറിട്ടറിയായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് നമുക്ക് കിടക്കുന്നത്. നമ്മൾ പ്രിയാമ്പിൾ വായിച്ചപ്പോൾ നമ്മൾ 3 കേസസ് ഓൾറെഡി നമ്മൾ നോക്കി. കേശവാനന്ദി ഭാരതി കേസും LICയും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ബേറുബാരി യൂണിയൻ കേസാണ്. അതായത് ഇതായിരുന്നു കേസ്. ലൈക്ക് ഇപ്പം നമുക്ക് എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പം നമുക്ക് ഇപ്പം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് ചുമ്മാതെ എന്താണ് കൊടുക്കാൻ പറ്റുമോ ഒരു ഫോറിൻ ടെറിട്ടറിക്ക്? അപ്പം അങ്ങനെയാണ് ആക്ച്വലി ഈ ആർട്ടിക്കിൾ 368 കൊണ്ടുവരുന്നത്. ആൻഡ് വേറൊരു ജഡ്ജ്മെൻറ്റിൽ ഇപ്പം എന്തെങ്കിലും ഒരു സ്ഥലവുമായിട്ട് ഇന്ത്യയോ അല്ലെങ്കിൽ വേറൊരു രാജ്യമായിട്ട് ഭയങ്കര തർക്കമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൻ്റെ കാര്യമില്ല എന്ന് പിന്നീടുള്ള ജഡ്ജ്മെൻറ്റിൽ വന്നു. എക്സിക്യൂട്ടീവ് കറക്റ്റായിട്ടുള്ള റൈറ്റ് ആക്ഷൻ എടുത്താലും മതി, അല്ലാതെ ഒരു അമെൻമെൻറ്റിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പിന്നെ 1969 വന്നൊരു ജഡ്ജ്മെൻറ്റിൽ പറയുകയുണ്ടായി. ഇതാണ് ജഡ്ജ്മെൻറ്റ്സ് വന്നത്. ഇനി നോക്കിയേ, നമ്മുടെ സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇത് വന്നിട്ടുണ്ട്. ലൈക്ക് ജൂൺ 1948 3 കമ്മിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ലിംഗ്വിസ്റ്റിക് പ്രോവിൻസസ് കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ SK ദർ ആയിരുന്നു. ലൈക്ക് അന്നത്തെ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് ഫാക്ടർ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് വന്നൊരു കമ്മീഷനായിരുന്നു. കാരണം ഒരുപാട് നിങ്ങൾക്കറിയാമല്ലോ, ലൈക്ക് ഇന്ത്യയിൽ നമ്മൾ പല പല ലാംഗ്വേജസൊക്കെ സംസാരിക്കുന്ന ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിംഗ്വിസ്റ്റിക് ബേസിലുള്ള ഒരു ഇത് അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിസംബർ 1948 വീണ്ടും അടുത്ത കമ്മിറ്റി വരുന്നത്. JVP കമ്മിറ്റി എന്നാണ്. ലൈക്ക് ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേലും പട്ടാഭി സീതാരാമയ്യയും ഉള്ള ഒരു കമ്മിറ്റി വരുന്നത്. സോ അതിനകത്ത് ലാംഗ്വേജ്, അതായത് ഇതായിരുന്നു ലൈക്ക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പം ലാംഗ്വേജ് സംസാരിക്കുന്ന കൂടുതൽ മെജോറിറ്റി ഉള്ള ലാംഗ്വേജ് സംസാരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെ ആ ഒരു സ്റ്റേറ്റാക്കി മാറ്റിയ, ലൈക്ക് ഇപ്പം മലയാളം സംസാരിക്കുന്ന ആൾക്കാരെ അവിടുത്തെ എന്താണ് മലയാളികളെ കേരളം എന്ന സ്റ്റേറ്റ്, അങ്ങനെ തെലുഗു, മറാഠി, തമിഴ് അങ്ങനെ സ്റ്റേറ്റ് ആക്കാം എന്നുള്ളതാണ്. അപ്പം ഈ ലാംഗ്വേജ് ബേസിസിൽ ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ അന്നും എന്ത് ചെയ്ത് ആ ഒരു കമ്മിറ്റിയിലും വന്നപ്പം റിജക്റ്റ് ചെയ്തു. ആൻഡ് ഫൈനലി ഫസൽ അലി കമ്മീഷൻ വന്നു. അതിനകത്ത് ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു വന്നു. അപ്പം ഇവരെന്ത് ചെയ്തു, ഓക്കെ ലാംഗ്വേജ് നമുക്ക് ബേസിസ് ആക്കി റീഓർഗനൈസേഷൻ ചെയ്യാം, പക്ഷേ 1 ലാംഗ്വേജ് 1 സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം അവിടെ റിജക്റ്റ് ആക്കി. ലൈക്ക് ഒരു ലാംഗ്വേജ് മൊത്തം 1 സ്റ്റേറ്റ് അങ്ങനെ ഇതാക്കി, അങ്ങനെ റെക്കമെൻഡേഷൻ എല്ലാം ചെയ്ത് മോഡിഫിക്കേഷൻ എല്ലാം ചെയ്ത് പാസ്സാക്കുകയാണ് ചെയ്തത്. ആൻഡ് നോക്കിക്കേ, ആന്ധ്രാപ്രദേശാണ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റും 1953 ഈ ഒരു ഇത് വന്നത്. അപ്പം ആക്ച്വലി മദ്രാസ് സ്പീക്കിങ്ങും തെലുഗു സ്പീക്കിങ്ങും ഒറ്റ ഇതായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആക്കി. ആൻഡ് ദ ഫസ്റ്റ് യൂണിയൻ ഇൻ ടെറിട്ടറി എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയാണ്. ഓക്കെ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാം. ലൈക്ക് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ലൈക്ക് സ്റ്റേറ്റ് ഏതൊക്കെ സ്റ്റേറ്റാണ് ഏതൊക്കെ വർഷം വന്നു എന്നുള്ള ഓർഡറിൽ നിങ്ങൾ പഠിക്കണം. മേ ബി എക്സാമിന് ചോദിക്കാം. നേരത്തെയൊക്കെ ചോദിച്ചിട്ടുണ്ട് PYQസിൽ. സോ ബെറ്റർ ഇഫ് യു സെർച്ച് ഇറ്റ് ആൻഡ് നോ ഇൻ വിച്ച് ഇയർ ദ സ്റ്റേറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അങ്ങനെ ഒന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്കും ഒരു ഇത് തോന്നും. സോ ഹോപ്പ് യു എൻജോയ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദിസ് പാർട്ട് ആർട്ടിക്കിൾ 1 to 4. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സോ സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.